മലയോര ഗ്രാമത്തിലേക്ക് പത്മശ്രീ എത്തിച്ച വനമുത്തശ്ശി ലക്ഷ്മിക്കുട്ടിയമ്മയെ ആരും മറന്നിട്ടുണ്ടാകില്ല. വലിയ നേട്ടങ്ങൾക്കിടയിലും നാട്ടുചികിത്സയും പ്രകൃതി സംരക്ഷണവും ഒക്കെയായി ഇപ്പോഴും പൊന്മുടിയിൽ താഴ്വാരത്ത് ലക്ഷ്മിക്കുട്ടിയമ്മ ഉണ്ട്. വിതുരയിലെ പഴയ ആദിവാസി സെറ്റിൽമെന്റിൽ തന്നെയാണ് ഇന്നും 80 വയസ്സുകാരിയായ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വൈദ്യശാലയും ജീവിതവും. ജഡ്ജിമാരും ഹൈക്കോടതിയിൽ നിന്നും കിട്ടി ഇതാണ്ടൊക്കെ ഇരിക്കണില്ല. എവിടെ എടുത്തിട്ട് വയ്ക്കാനുണ്ട്? ഇല്ലാത്ത അറിയോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ജാർഖണ്ഡിലാണ്. മാർച്ചിലായിരുന്നു പുരസ്കാരത്തിന് പോയ ബിർസാമുണ്ട. ആളുകളുടെ ധാരണ എന്തെന്നാ ഈ പുരസ്കാരം പത്മശ്രീ കിട്ടിയപ്പോൾ എന്തോ കോടികൾ എനിക്ക് കിട്ടണമെന്നാ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയത്. എനിക്കും സുശീലമ്മയ്ക്കും കിരീടവും വെച്ച് സിംഹാസനം ഒരുക്കി വെച്ചിരുന്നു. ഒത്ത രണ്ട് ഞങ്ങളുടെ ഉപകരണം കേട്ടിട്ടുണ്ടോ? പിന്നെ പാട്ടിൻ്റെ ചാറ്റ് പാട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചാലേ കിട്ടുള്ളൂ സത്യം, ഇങ്ങനെ പിടിച്ചാൽ കിട്ടില്ല. നല്ല ചാറ്റ് പാട്ടിന് കൊണ്ടുനടക്കുമ്പോൾ ഇതൊക്കെ നല്ല കളറായിരിക്കും. പാമ്പുകടിയേറ്റ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച ലക്ഷ്മിക്കുട്ടിയമ്മ കാട്ടറിവുകൾ കൊണ്ട് അതിശയപ്പെടുത്തും. പക്ഷേ ഏറ്റവും വീര്യമുള്ള വിഷമേതെന്ന് ചോദിച്ചാൽ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ മറുപടി ഇങ്ങനെ: മരുന്നും മന്ത്രവും കൊണ്ട് പ്രാണിവിഷം മാറ്റാം, നാവിഷം ഒന്നുകൊണ്ടും തീരാ എന്നറിയാമെന്നാണ് ശ്ലോകം. നാവിഷം എന്ന് വെച്ചാൽ നാവിൻ്റെ വിഷം. ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, ഒരു രാഷ്ട്രത്തെ തകർക്കാൻ ഒരുത്തൻ്റെ നാക്കുമതി. പത്മശ്രീയും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രശംസയും തേടിയെത്തിയപ്പോഴും ആ സൗഭാഗ്യങ്ങളിൽ ലക്ഷ്മിക്കുട്ടിയമ്മ മതിമറന്നില്ല. ആശങ്ക മുഴുവൻ ഇന്നും പ്രകൃതിയുടെയും നാട്ടുവൈദ്യത്തിൻ്റെയും നിലനിൽപ്പ് മാത്രമാണ്. എന്തായാലും പ്രകൃതി ഇരിക്കണതിന് മഴയെങ്കിൽ മഴ, വെയിലെങ്കിൽ വെയിൽ, നാശത്തിൻ്റെ വക്കിലല്ലേ. പണ്ടത്തെ നമ്മുടെ ആൾക്കാർക്ക് അറിയാം, നാട്ടിലുള്ളവർക്കും അറിയാം പ്രകൃതി എങ്ങനെ വളരണം. ഇപ്പം കണ്ണാടി കുഴലിൽ കണ്ടെത്തിയും കൊണ്ട് ഏതെങ്കിലും ഒരു ഗവേഷണം എന്തെങ്കിലും ഒരു വായി നോക്കി തരാൻ പറഞ്ഞാൽ പിന്നെ അതാണ് പോങ്ങച്ചം. പ്രകൃതിക്ക് തീ വേണം. ഇപ്പം തീ കത്തിച്ചെങ്കിൽ ഒരാഴ്ചക്കകത്ത് മഴ പെയ്യും, കാർമേഘം മൂടി. ആ മഴ പെയ്യുമ്പം കാട് തഴച്ച് വളരും. എന്നുവെച്ചാൽ പുല്ലൊക്കെ വളരാൻ തീ കത്തണം, ചില വിത്തുകൾ കുരുക്കാനും തീ കത്തണം. അംഗീകാരങ്ങൾക്കൊപ്പം പല വാഗ്ദാനങ്ങളും ലക്ഷ്മിക്കുട്ടിയമ്മയെ തേടിയെത്തിയിരുന്നു. വർഷങ്ങൾക്കിപ്പുറം അതെല്ലാം പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങി. ലഭിച്ച പുരസ്കാരങ്ങൾ സൂക്ഷിക്കാൻ പോലും ഇടമില്ല. വലിയ സ്വപ്നങ്ങളിലൊന്നായ മ്യൂസിയവും യാഥാർത്ഥ്യമായില്ല. എനിക്കൊരു പ്രസ്ഥാനം ഉണ്ടാക്കേണ്ട കാര്യം അർജന്റ്. അതൊരു ഉപയോഗം നാളെ നിലനിൽക്കത്തക്ക വിധത്തിൽ കേട്ടാണ് ഈ പുരസ്കാരങ്ങൾ അത്രയും സുരക്ഷിതമായിട്ട് വയ്ക്കണ്ടേ. അതിൻ്റെ പൊടിയും മാറാലയും പിടിച്ചൊക്കെ കിടക്കണ മ്യൂസിയം പണിയാനാണ് അർജന്റ് കാര്യം. നമ്മളുടെ പണ്ടത്തെ ഇതൊക്കെ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വയ്ക്കാമായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഇതത്രയും സൂക്ഷിച്ച് വയ്ക്കാൻ പൊടി അടിക്കാതെയൊക്കെ ബന്ധവസായി. അവിടെയാണ് വന്ന് തറക്കല്ലിട്ടിട്ട് ഇപ്പോൾ ഒരിടമുണ്ട്. പക്ഷേ ഒരു കാശില്ലാതെ നമ്മളെങ്ങനെ തുടങ്ങാൻ? ചികിത്സയുടെ തിരക്കുകൾക്കിടയിലും അടിച്ചമർത്തപ്പെട്ട ആദിവാസികളെക്കുറിച്ച് ലേഖനങ്ങളും കവിതയും എഴുതാൻ ലക്ഷ്മിക്കുട്ടിയമ്മ സമയം കണ്ടെത്താറുണ്ട്. ക്യാമറമാൻ അനന്തുവിനും ശ്രീജുവിനുമൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം.